എമ്പുരാൻ കാണാൻ പോവാണ്. റോക്കറ്റിലാണ് വന്നത്. ലുക്കാണ് ഞാൻ റോക്കി പോയടോ അല്ലേ. ഇപ്പോഴാണ് ഫാമിലി ഫോട്ടോ ചെയ്തത്. അഭിമാനത്തോടെ ഫോട്ടോ എടുത്താലോ? ഒന്നൊരുമിച്ച് പറയാ. സോ നമ്മൾ ഇന്ന് എന്ത് കാണാൻ പോവാ? എമ്പുരാൻ കാണാൻ പോവാണ്. അപ്പൊ എമ്പുരാൻ കാണാൻ വന്ന് പോയിട്ട് ഉള്ള വ്ലോഗാണ് ഗൈസ് കാണാൻ പോകുന്നത്. റിവ്യൂവും കാര്യങ്ങളൊക്കെ പിന്നാലെ വരും. സേഫ് ആയിട്ടല്ല എത്തി. കൊച്ചിയിലെ പ്രൈവറ്റ് ബസിന്റെ ഡ്രൈവേഴ്സ് ഒക്കെ ഭയങ്കര റാഷ് ആയിട്ടാണ് വണ്ടി. റോക്കറ്റിലാണ് വന്നത്. മെട്രോ സ്റ്റേഷൻ നിൽക്കുന്നുണ്ട്. അവന്റെ ലുക്ക് ഉണ്ട്. ഞാൻ റോക്കി പോയടോ അല്ലേ. പക്ഷെ സംഭവം നമ്മൾ എവിടെ എത്തി? നേരത്തെ എത്തി. ആഗ്നയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആഗ്ന ഇപ്പം മെട്രോയിൽ വരും. ആഗ്നയുടെ മെട്രോ ഞങ്ങൾ കയറി ലുല്ലിലോട്ട് പോവാണ്. അങ്ങനെ മെട്രോയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ലുലുവിലോട്ട് ഡയറക്റ്റ് പോവുമായിരുന്നു. സോ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും എന്നാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി PVRൽ ചെന്നിട്ട് അറിയില്ല അവിടുത്തെ തിരക്ക്. പക്ഷെ ഞങ്ങൾ നേരത്തെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ആദ്യം ചെന്നപ്പോൾ ഞങ്ങൾക്ക് എവിടെയോ വഴിയൊക്കെ മാറിപ്പോയി. അങ്ങനെ ഇപ്പോഴാണ് ഫാമിലി ഫോട്ടോ ചെയ്തത്. ഇതായിരുന്നു ഗൈസ് തിരക്ക്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ 6:55 ഷോയ്ക്കുള്ള ആൾക്കാരാണ്. ഞങ്ങൾ കയറുന്നത് 7:30 ഷോയാണ്. അപ്പോഴാണ് നമ്മളെ നോക്കി ഒരു ബേബി ചിരിക്കുന്നത് കണ്ടത്. അങ്ങനെ ഫുഡ് സ്റ്റാൾസിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി തിയേറ്ററിൽ എൻ്റർ ചെയ്തു. अभिमानतोड़े भारत STQC സാക്ഷ്യപ്പെടുത്തി സിബി പ്ലസ് ऊपर वाला सब देख रहा है. ആനയിടപ്പള്ളി കൊച്ചി സാമ്പത്തികമാണ്. നമുക്ക് ഈ സിനിമ സിനിമയെല്ലാം കണ്ട് എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടായി ആഗ്ന? കുഴപ്പമില്ലായിരുന്നു. ഫുഡ് കഴിച്ചപ്പോ പറയാം. തിരിച്ചു പോവാണ്. ഞാൻ ആഗ്നൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. മേക്കിൻ്റെ ഫ്ലാറ്റിലോട്ട്. സമയം അതുപോലെ 10:45. അവിടെയുള്ളത് എല്ലാവരും ഫെഡപ്പായി ഗൈസ്. എല്ലാവരും ഒരു മൂല കയറ്റിരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളപ്പം മൂവി കണ്ടതിന് റിവ്യൂ കറക്റ്റ് പറയാൻ പറ്റില്ല. എക്സ്പെക്ടേഷൻ വേണ്ടെന്ന് വെച്ച് പോയതാ. പക്ഷെ
നമ്മൾ ആരെയും എക്സ്പെക്ടേഷൻ വെച്ച് പോവല്ലോ. ഒരു ലൂസിഫറിലെ മോഹൻലാലിന്റെ സ്വാഗ് കിട്ടിയില്ല. അത് കൊടുക്കാണ്ടു. ലൂസിഫറിലെ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ റോളിന്റെ സ്വാഗ് കിട്ടിയില്ല. ഒന്ന് വെറുതെ ഒരു ഹിന്ദിക്കാരനെ കൊണ്ടുവന്ന് കുറെ തല്ലി. ലാസ്റ്റ് ബജ്രംഗി എന്തിനാണെന്ന് അറിയില്ല. അത് പാൻ ഇന്ത്യ ആയതുകൊണ്ടാവാം. പക്ഷെ ഓവറോൾ ഒരു മേക്കിംഗ് അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് അല്ല, എനിക്ക് മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഒരു ലെവലൊക്കെ അടിപൊളി. എന്റെ സൈഡിൽ ഇരുന്നിരുന്നത് ഒരു ഫാമിലിയാണ്. അപ്പൊ അവര് പറഞ്ഞ ഞാൻ കേട്ടു. അതിൽ കുറെ ഒന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എന്റെ തൊട്ടടുത്തൊരു ഒരു പെൺകുട്ടിയും അതിന്റെ അപ്പുറത്ത് മോള് ഇരുന്നത്. ഞാൻ പെൺകുട്ടിയുടെ കോൺവെർസേഷൻ കേട്ടോന്നല്ല, ഞാൻ പിന്നെ സിനിമാറ്റോഗ്രഫി, ഡയറക്ഷൻ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മ്യൂസിക് മാത്രമാണ് ഒരു പൊടിക്ക് ഇറങ്ങി നിന്നിട്ടുള്ളൂ. ഓവറോൾ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കേണ്ട പടം എന്ന് പറയുകയാണെങ്കിൽ ആകെ ക്യാമറയിൽ മാത്രം. ക്യാമറ വർക്ക്സ്, ഡയറക്ഷനിൽ ഒരു ഹോളിവുഡ് ലെവൽ സെറ്റപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ഒരു നമുക്കൊരു ഗൂസ് ബംസ് സീൻസ് വളരെ കുറവാണ്. അതാണ് നമുക്ക് ആകെ ഒരു തോന്നിയൊരു കാര്യം. ലാസ്റ്റ് ഒരു ഫിലിം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ ഒരു അതെ ഒരു റഫ്താർ ഒരു ഐറ്റം സോങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പതിയെ പറയാൻ സെറ്റാക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡിന്റെ റിവ്യൂ പറയാം. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബൈ ഗൈസ്. അങ്ങനെ ഫുഡ് വന്നു ഗൈസ്. Cheers guys. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. സോ ഫൈനലി ഞങ്ങൾ എമ്പുരാൻ കണ്ട് ഇറങ്ങി. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായി എമ്പുരാൻ കാണണം. ഫൈനലി ഞങ്ങൾ കണ്ടു. ഞാനിനി നേരെ പോകുന്നത് ആഗ്നേൻ്റെ വീട്ടിലോട്ടാണ്, മുളന്തിരുത്തിയിലോട്ട്. അപ്പം ഞങ്ങൾ ഊബർ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗായ്സ്.